എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ശരിക്കും ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചൊരു വിഷയമല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ഒരു 3 വർഷം മുമ്പ് വരെ എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അബുദാബിയിലുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിച്ച് UK-ലാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊന്നൊരു 6 വർഷമോ 7 വർഷത്തിനൊക്കെ മുന്നേ ഞങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ തന്നെയായിരുന്നു കുറച്ച് നാൾ താമസിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കെന്നല്ല സ്ഥിരമായിട്ട് തന്നെ കൊറിയൻ ഡ്രാമ, അങ്ങനെ ചൈനീസ്, ജാപ്പനീസ്, അങ്ങനെ ഇന്ത്യൻ ഡ്രാമയൊക്കെ വിട്ടിട്ട് വേറെ ഡ്രാമയിലോട്ടൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് അവൾ സജസ്റ്റ് ചെയ്യാറ് എന്നോട്, അല്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുകയല്ല. അപ്പോൾ എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ കാണും, അവളുടെ ഫ്രീ ടൈമിൽ കാണും. അങ്ങനെ ഇടയ്ക്ക് അവളിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഡ്രാമയുണ്ട്, ഗേ കപ്പിളിൻ്റെ സ്റ്റോറിയാണ്, നീ കണ്ടു നോക്ക്, നല്ല രസമാണ് കാണാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യേ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെ മോശം സീൻസൊന്നുമില്ല, നീ കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊരു ദിവസം ഇരുന്ന് കണ്ടു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ അതിലെ കണ്ടൻ്റ് എന്നൊക്കെ പറയുന്നത് ഇവർ തമ്മിലിങ്ങനെ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതായിരിക്കും, കോളേജിൽ പഠിക്കുന്നതായിരിക്കും, ഇവർ കാണുന്നു, ചിരിക്കുന്നു, നോക്കുന്നു, ഭയങ്കര റൊമാൻറ്റിക് മൂമെൻറ്റ്സും ലുക്കും ഒക്കെയാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എപ്പിസോഡ് മറ്റോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അവളോട് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇഷ്ടമായില്ല, ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് കണ്ടിട്ടേ ഇല്ല, പിന്നെ അത് വിട്ടു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സീരീസൊക്കെ കാണാറുണ്ടായിരുന്നു. അവൾ അതിനെ അങ്ങനെ ഒരു മോശമായിട്ടോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഈ ഗേ കപ്പിൾ അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാണാൻ തുടങ്ങിയത് ഈ കോവിഡിന് ശേഷം റീൽസൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അത് ഞാൻ പൊതുവേ അങ്ങനെയുള്ളവരെ അങ്ങനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ എനിക്ക് അവരോട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചൊന്നുമില്ല, എന്നാൽ നെഗറ്റീവായിട്ടും ഇല്ല. അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നോ അല്ലെങ്കിൽ അവർ വീട്ടിൽ നമുക്ക് അടുപ്പിക്കാൻ കൊള്ളാത്തവരാണെന്നോ അങ്ങനെയൊന്നുമില്ല. അവരെ കാണുമ്പോൾ സംസാരിക്കും, അങ്ങനെ നേരിട്ട് കുറച്ച് 1-2 പേരെയൊക്കെ അറിയാം. അപ്പോൾ അവരോട് സംസാരിക്കും, അവരോട് ദേഷ്യമൊന്നുമില്ല. ചിലവർ ഫ്രണ്ട്സും ഉണ്ട്, അങ്ങനെ എൻ്റെ കൂടെ പണ്ട് കോളേജിലൊക്കെ പഠിച്ച 1-2 പേര് ഇങ്ങനെ കപ്പിളൊന്നും അല്ലെങ്കിലും അവരുടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം പക്ഷെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർ നല്ല ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരോട് ബാക്കിയുള്ളവരോട് പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ കപ്പിൾസ് വരാൻ തുടങ്ങിയപ്പം ചിലവരത് വല്ലാണ്ട് വൾഗറായിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. പിന്നെ അത് ഓവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാവരും അവരവരുടെ പേഴ്സണൽ ലൈഫ് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് തന്നെ ജീവിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പബ്ലിക് ആക്കാതെ പ്രൈവറ്റായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ബിഗ് ബോസ് മലയാളം പ്രോഗ്രാം കാണാറുണ്ടായിരുന്നില്ല, ഒരു സീസണും കണ്ടിട്ടില്ല. അപ്പോൾ ഈ സീസൺ ഒരു 2 വീക്സായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മോള് നാട്ടിൽ പോയിരുന്നു. അപ്പോൾ മോൾ അവിടെ വെച്ചിട്ട് ഇത് കണ്ടു. അപ്പം ഞാൻ ഇത് സംസാരിക്കുമ്പം ബിഗ് ബോസ് കാണുക എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോൻ അത് കാണണ്ട, അത് കൊച്ചു കുട്ടികൾക്കുള്ളതല്ല, അത് വലിയ ആൾക്കാർക്ക് കാണാനുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ കാണും എന്ന് പറയും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ ഇരിക്കുമല്ലേ, കണ്ടോട്ടെ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. അങ്ങനെ ഇപ്പം ഹസ്ബൻഡും കുറച്ച് കാണും. അപ്പോൾ പിന്നെ എനിക്കും വേറെ ഓപ്ഷനില്ല, ഞാനും ഇരുന്ന് കാണും. അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഒരു ഇഷ്യൂ ആയി. അവർ പറഞ്ഞ രീതി തെറ്റാണ് എന്തായാലും. പക്ഷെ അവർ പറഞ്ഞതിലൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. വേറൊന്നുമല്ല, എൻ്റെ മകൻ ഇത് കാണുന്നതാണ്, എൻ്റെ മകനോട് ഞാൻ എന്ത് പറയാം, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത് കണ്ട് വഴിതെറ്റി പോവോ എന്നെനിക്കൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് ചിലവരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ക്യാരക്ടർ മാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് ശരിയായിരിക്കും, നമുക്ക് ജനറ്റിക്കായിട്ടുള്ള കിട്ടുന്ന ക്യാരക്ടർ ആയിരിക്കുമല്ലോ നമ്മളുടെ. പക്ഷേ എനിക്കപ്പം എന്നല്ല, അതിന് മുന്നേയും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടെന്ന് പറയുന്നത്, നമ്മളിതിനെ നോർമലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രായത്തിൽ അവർക്ക് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ്, ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ടാവും. ചിലവർ ബോയ്സുമായിട്ടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്.
അപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിനി ഇങ്ങനെയാണോ അവരെ പോലെയാണോ എന്നൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അതിപ്പം ലെസ്ബിയൻ കപ്പിളിൻ്റെ ആണെങ്കിലും ഗേ കപ്പിളിൻ്റെ ആണെങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെ ക്യാരക്ടർ ഉള്ളവരുടെ കാര്യമല്ല, അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പം പിന്നെ മാത്രമല്ല അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അവരെ പറ്റിക്കുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇത് കാണുമ്പം അവരാകെ കൺഫ്യൂസ്ഡായി പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, ദൈവമേ ഇതിനെയും കണ്ടിട്ട് ഇങ്ങനെങ്ങാനും ആവുമോ. ശരിക്കും ഇപ്പം പണ്ടൊക്കെ നമുക്ക് ആൺകുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴായിരുന്നു നമുക്ക് ടെൻഷൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറ് ആൺകുട്ടികളുമായിട്ട് പെൺകുട്ടികൾ സംസാരിക്കുമ്പോഴായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെയല്ല, പെൺകുട്ടിയും ഒരുപാട് സമയം സംസാരിക്കുകയും ഒരുപാട് അറ്റാച്ച്ഡായിട്ട് കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഒരു സംശയം, ഇനി ഇവരിങ്ങനെ ആയിരിക്കുമോ അങ്ങനെ. അത് എനിക്കറിയില്ല, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് ഇപ്പോൾ എൻ്റെ ചിന്താഗതി അത്രയ്ക്ക് പ്രോഗ്രസീവ് അല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അത്ര പ്രോഗ്രസീവ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ എൻ്റെ മനസ്സിലും അവരുടെ അതേ സംശയം തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറ്, നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ പെൺകുട്ടി വേണമെന്നോ ആൺകുട്ടി വേണമെന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ബാക്കിയുള്ള അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇപ്പം പക്ഷേ അത് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്നും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു ഭയം ഉണ്ട് ഉള്ളിൽ. ഇപ്പം പറയാറില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശീലമാണെന്ന്. ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, ഇവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരെ പോലെ അവരും സാധാരണ ആൾക്കാർ തന്നെയാണ്, അതിനൊന്നും ഒരു മാറ്റവും. പക്ഷേ എന്താ പറയുന്നത്, നമ്മളുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ അടുത്തിടെ കണ്ടൊരു മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി. അതിനകത്ത് ഇങ്ങനെയുള്ളൊരു കുട്ടിയെ അമ്മയും ആങ്ങളെയും ചേർന്ന് കൊല്ലുന്ന സ്റ്റോറിയാണ്. അത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ക്രൂരതയാണ്. അവരവരുടെ ഇഷ്ടത്തിന് വേറെ ഒരു സ്ഥലത്ത്, ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെ ഒരു സ്ഥലത്ത് പോയി താമസിച്ച് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ജീവിക്കുന്നു. അപ്പോൾ അവരെ തേടി കണ്ടുപിടിച്ചിട്ട് പോയി അവരെ അവരെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി അവരെ കൊല്ലുകയാണ് ആ മൂവിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ക്രൂരതയാണ് ശരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. പക്ഷെ അവരതങ്ങനെ ഒരു ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലൊന്നും അതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇത് പലതും ഇപ്പോഴുള്ള പല കാര്യങ്ങളും, ഗേ കപ്പിളാണെങ്കിലും ചിലവർ എന്താ പറയുന്നത്, പെണ്ണാവാതെ തന്നെ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തൊക്കെ കാണണം ശരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാതെ ഒരു പേടിയാണോ ടെൻഷനാണോ ഇവരെന്തീ കാണിക്കുന്നത് എന്നൊക്കെ തോന്നും ഇടയ്ക്ക്. കാരണം പണിയൊന്നുമില്ല, ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്കും. പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഫുള്ള്. നല്ല വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. വെറുതെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആണ് പെണ്ണായി നടക്കുക, ആണായിട്ട് നടക്കുക, അങ്ങനെ. പിന്നെ പെണ്ണും കൂടെ നടക്കുന്നവർക്കും ആണും കൂടെ നടക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് വ്യൂസും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് റീൽസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതെന്താ ഇപ്പം ഇങ്ങനെയാണോ, അപ്പം നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇപ്പം ഇതാണോ വേണ്ടത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും തോന്നും. അപ്പം എനിക്കിതൊക്കെ തോന്നുന്നതാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഇപ്പം ലക്ഷ്മി എന്നുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ കുറേ ആൾക്കാർ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അവർ പറഞ്ഞ രീതി ശരിയല്ല, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞ കാര്യത്തോട് എനിക്കത്ര വിയോജിപ്പൊന്നുമില്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു എന്താ പറയുന്ന ബോൾഡ്നെസ്, അവർ പറഞ്ഞ വാക്കിൽ അവർ നിൽക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ശരിയാണ് അവർ പറഞ്ഞത്, അവരുടെ ചിന്താഗതിയാണ് അവർ പറഞ്ഞത്, അത് അവർക്ക് ശരിയാണ്. ബാക്കിയുള്ളവർക്ക് തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് പിന്നെ വേറെ കാര്യം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിളിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ ഗേ കപ്പിൾസിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ, ഒരു സാധാരണ ഒരാൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ഇഷ്ടം പറഞ്ഞൂടെ, അതേ അവർ ചെയ്തുള്ളൂ. അതിന് ഭയങ്കരമായിട്ട് അവരെ എന്താ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ ചീത്ത പറയുന്നു. അപ്പോൾ
എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം, അതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പറയാം, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു.